ഇതിപ്പോൾ 5 പടലയാണ് നമ്മുടെ മഞ്ചേരിക്കുള്ളൻ. ഇങ്ങോട്ട് വന്നാൽ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ 4.5, 1 2 3 4.5, 5 പടല, 1 2 3 4 5 ഇങ്ങനെയാണ് ഉള്ളത്. കൃത്യമായ SOP ഒക്കെ കൊടുത്ത് പരിപാലിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു 8 to 12 ഈസിയാണ്, അത് തർക്കമില്ല. പിന്നെ ഇതിനാകെ ഞാൻ പറഞ്ഞല്ലോ 2 രാസവളം 2 കോഴിവളം ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു കുറവ് ഇതിൽ കാണിക്കും. അന്ന് പല കാരണങ്ങളാൽ അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ഇത് 250 വാഴയാണ്. അതിൽ 2 വാഴയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്, മഹാളി ആയിട്ട് 2 വാഴ. വേറെ ഒന്നും അങ്ങനെ അധികം വന്നിട്ടില്ല. പിന്നെ ഫംഗിസൈഡ് അല്ലെങ്കിൽ തളതുരപ്പൻ പുഴു ഒരു മരുന്നും ഇതിനെ അടിച്ചിട്ടില്ല, അങ്ങനെ കേടൊന്നുമില്ല. അതിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമായി. പിന്നെ നല്ല പ്രതിരോധ ശേഷി മഞ്ചേരിക്കുള്ളൻ വാഴയ്ക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ അധികം വണ്ണമൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ 12 അല്ലെങ്കിൽ 14 ഇഞ്ചോ വണ്ണമുള്ളൂ. നല്ല കരുത്തുണ്ട് വാഴയ്ക്ക്. ആ തടയ്ക്ക് നല്ല ബലമുണ്ട്. പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു രീതിയിൽ അല്ല ഉള്ളത്. ഞാൻ ആളുകളെ ഊന്ന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കേരവള്ളി പ്ലാസ്റ്റിക് കയറൊക്കെ വലിച്ച് കെട്ടാറുണ്ട്. ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഇതിപ്പോൾ ഈ ഒരു വാഴ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, എന്നിട്ട് അതിനാണ് നിൽക്കുക. ഇതെന്താ ചെരിഞ്ഞ് വെച്ചാൽ ഇവിടെ ഒരു വാഴ കാറ്റത്ത് ഒടിഞ്ഞ് ഇതിൻ്റെ മേളിലോട്ട് വന്നതുകൊണ്ടാണ്, ഇത് മേളിലോട്ട് വന്നതുകൊണ്ടാണ് ഇവൻ ചെരിഞ്ഞ് നിൽക്കുന്നത്. ഇവനിപ്പോഴും ഞാൻ നീർത്തിയിട്ടില്ല, ഊന്ന് കൊടുത്തിട്ടില്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കും. അതിന് മനസ്സിലാകുന്നത് തടയ്ക്ക് നല്ല ഉറപ്പുണ്ട്, പെട്ടെന്ന് ഒടിഞ്ഞു പോണ രീതിയല്ല. അപ്പോൾ ഞാനൊരു കയറും ഊന്നും താങ്ങും ഒന്നും കൊടുക്കാറില്ല, അപ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോകാറുമില്ല. അപ്പോൾ ഇതിന് കണ്ടിട്ട് മഞ്ചേരിക്കുള്ളന് ആ ഒരു ഉറപ്പ് അധികമുണ്ട്. ഇങ്ങോട്ട് വരാം. 5 ഉറുപ്പ് അത്യാവശ്യം നല്ല കൊല. ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ നല്ല കൊലയുണ്ട്. എന്താ വെച്ചാൽ കണ്ടത്തിൻ്റെ ഈ ഭാഗത്ത്, ആ ഭാഗത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഭാഗം വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു മറ്റേ മഞ്ചേരിക്കുള്ളൻ